Hi all, welcome back. ഇന്നത്തെ നമ്മുടെ ഒരു കിഡിലൻ റെസിപ്പിയാണ് കേട്ടോ. നമ്മുടെ കണ്ണൂരുകാരുടെ പേഴ്സണൽ ഫേവറേറ്റ് റെസിപ്പി എന്ന് പറയാം മുസാറ. നല്ല വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഒരുപാട് പുതിയ റെസിപ്പി ഒന്നുമല്ല കേട്ടോ, കുറച്ചൊരു പഴക്കമുള്ള റെസിപ്പി തന്നെയാണ്, പക്ഷെ കിഡിലൻ ടേസ്റ്റാണ്. ഈ ഒരു പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലൊക്കെ ഈ ഒരു റെസിപ്പി ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു മുസാറ നമുക്ക് രണ്ട് രീതിക്ക് ഉണ്ടാക്കാം. ഒന്ന് ഡ്രിങ്ക് ആയിട്ട് കുടിക്കുന്ന ടൈപ്പായിട്ടും ഉണ്ടാക്കാം, അതുപോലെ തന്നെ പുഡിംഗ്, കേക്ക് ആ ഒരു ടെക്സ്ചറിലും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ രണ്ട് രീതിക്ക് ഉണ്ടാക്കുന്നത് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മുസാറയുടെ ഡ്രിങ്ക് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു പാനിലേക്ക് നമുക്കൊരു 1/4 കപ്പിൽ കുറച്ചധികമായിട്ട്, അതായത് 1/2 കപ്പ് നിറയെ വേണ്ട, അതിൻ്റെ ഒരു 3/4 ഭാഗത്തോളമായിട്ട് മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മൈദയും ഗോതമ്പും മിക്സായിട്ട് പകുതിയായിട്ട് ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം കേട്ടോ, അല്ലെങ്കിൽ ഗോതമ്പ് പൊടി മാത്രമാണെങ്കിൽ അങ്ങനെയും ചേർക്കാം. പക്ഷേ എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടമായിട്ട് തോന്നിയിട്ടുള്ളത് മൈദ വെച്ച് ചെയ്യുമ്പോഴാണ്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ പഞ്ചസാരയും കൂടിയും ചേർത്ത് കൊടുക്കുക. അത് മധുരം നോക്കിയിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അടുത്ത ഇതിലേക്ക് ഒരു 1.5 കപ്പ് അളവിൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. നിങ്ങൾക്ക് തേങ്ങാപ്പാലിലോ അല്ലെങ്കിൽ പശുവിൻ പാലിലോ ചേർക്കാം, പക്ഷെ തേങ്ങാപ്പാലിലാണ് കേട്ടോ പണ്ട് മുതൽക്ക് ഉണ്ടാക്കുന്ന ആ ഒരു രീതി. തേങ്ങാപ്പാലിലാണ് ടേസ്റ്റ് കൂടുതലും തേങ്ങാപ്പാലിൽ ചെയ്യുമ്പോഴാണ്. അഥവാ തേങ്ങാപ്പാൽ എടുക്കാൻ മടിയുള്ളവരൊക്കെ ആണെങ്കിൽ പശുവിൻ പാലിൽ ചെയ്താലും മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇതൊക്കെ ചേർത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഒട്ടും കട്ട ഉണ്ടാവാൻ പാടില്ല കേട്ടോ, നല്ല ലൂസായിട്ട് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 1-2 നുള്ളി ഉപ്പ് ഇട്ട് കൊടുക്കുക. ആ ഒരു മധുരമൊന്ന് ബാലൻസ് ചെയ്യാൻ, ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം മതി, ഒരുപാട് കൂടാതിരിക്കാൻ ശ്രമിക്കണേ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുക സ്റ്റൗവിൽ വെച്ചിട്ട്. ഞാനിപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കണം. മുസാറ ഭയങ്കര സിമ്പിളാണ് ചെയ്യാൻ, പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പണി പാടുന്നൊരൈറ്റാണ് കേട്ടോ. കാരണം അടിക്കൊക്കെ പെട്ടെന്ന് പിടിക്കാൻ ചാൻസ് ഉണ്ട്, അവിടെ ഇവിടെയൊക്കെ കട്ടയായിട്ട് നിൽക്കും. അപ്പോൾ ഇതുപോലെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ ഇതൊരു ഡ്രിങ്കിൻ്റെ നിങ്ങൾക്ക് എത്രയാണ് ആ ഒരു ലൂസ് വേണ്ടത് അതിനനുസരിച്ചിട്ട് ലൂസ് ആക്കണം കേട്ടോ. ഞാനിപ്പോൾ 1.5 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടില്ലേ, ഇനി ഇത് തിളച്ച് വരുമ്പോൾ കുറച്ചൊന്ന് കുറുകാൻ തുടങ്ങും. ആ ഒരു സമയത്ത് നമുക്ക് ബാക്കിയുള്ളത് കുറച്ച് ലൂസാവാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ, പച്ചവെള്ളം. അപ്പോൾ നിങ്ങൾ തേങ്ങാപ്പാൽ തന്നെ ഒഴിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒഴിക്കുക കേട്ടോ, കൂടുതലായിട്ട് ലൂസിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. ശരിക്കും തേങ്ങാപ്പാലിനൊരു കറക്റ്റ് ഒരു അളവില്ല, നമുക്ക് എത്രയാണോ ഡ്രിങ്കിൻ്റെ ലൂസ് ഇഷ്ടമോ അതിനനുസരിച്ചിട്ട് ലൂസാക്കി എടുക്കാൻ കേട്ടോ വേണ്ടത്, തേങ്ങാപ്പാലോ വെള്ളമോ ഒഴിച്ചിട്ട്. ഇപ്പം പാൽ അത്യാവശ്യം തിളക്കാൻ വേണ്ടി തുടങ്ങുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കൊരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് മാറ്റം വരുത്തണേ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക, കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക, കട്ട പിടിക്കാതെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. തിളച്ച് വരുന്നതിനനുസരിച്ച് ഇത് തിക്നെസ് കൂടുന്നത് കൊണ്ട് നമുക്ക് കുടിക്കാനുള്ള പാകത്തിന് വേണമല്ലോ, അതുകൊണ്ട് ഞാൻ കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് തേങ്ങാപ്പാൽ തന്നെ ഒഴിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒഴിക്കുക കേട്ടോ. നന്നായിട്ട് ഇതുപോലെ തന്നെ മിക്സ് ചെയ്തുകൊണ്ട് നിൽക്കുക. ഫ്ലെയിം പ്രത്യേകം ശ്രദ്ധിക്കുക, ലോ ടു മീഡിയത്തിൽ വെച്ചിട്ട് തന്നെ ഇത് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അത്യാവശ്യം 1-2 മിനിറ്റ് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 3/4 കപ്പ് അളവിൽ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക. ഞാൻ കുക്കറിൽ കുറച്ച് വെള്ളവും കുറച്ച് ഉപ്പും ഇട്ടിട്ട് ഒന്ന് വേവിച്ചിട്ടിട്ടുള്ളതാണ് കേട്ടോ. ഒരുപാട് വെന്തുടയുന്നവരെ വെയിറ്റ് ചെയ്യണ്ട, ഒരു പാകത്തിനുള്ള വേവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളമൊക്കെ ഊറ്റിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കടലപ്പരിപ്പ് ചേർത്തതിന് ശേഷം പിന്നെ ഒരുപാട് സമയം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ഒരു 1-2 മിനിറ്റ് വെച്ചാൽ മതി. ഇനി ലാസ്റ്റ് ഇതിലേക്ക് നമുക്ക് 1-2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക, നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ചിട്ട്. അതുപോലെ തന്നെ നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇഷ്ടമാണെങ്കിൽ അതൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്ത് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, കയ്യിലുള്ള നട്ട്സൊക്കെ ചേർത്ത് കൊടുത്താലൊക്കെ നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ തന്നെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്, കാരണം നമുക്ക് കടലപ്പരിപ്പ് ഇടുമ്പോൾ അതിൽ നിന്നൊക്കെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലൂസിലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി ഇത് കുറച്ചും കൂടി തണുക്കാൻ വേണ്ടി വെക്കുന്ന സമയത്ത് കുറച്ചൊന്ന് കുറുക്കും കേട്ടോ, നമ്മുടെ പായസമൊക്കെ പോലെ. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ മുസാറ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. കുറച്ചൊരു തണുത്തതിന് ശേഷം അത്യാവശ്യം തിക്നെസ്സായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. ഞാനൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സിമ്പിളല്ലേ ചെയ്യാനായിട്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചൂടോടെ കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ കുടിക്കുക, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് കഴിക്കണ്ടെങ്കിൽ അങ്ങനെയും കുടിക്കുക കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചെയ്യാം. ഇനി നമുക്ക് മസൂറ എങ്ങനെയാണ് പുഡിങ്ങിൻ്റെ ടൈപ്പായിട്ട് അല്ലെങ്കിൽ കേക്ക് അല്ലെങ്കിൽ ഹൽവയൊക്കെ ആക്കുമല്ലോ, ആ ഒരു ടൈപ്പിൽ എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 3/4 കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കാം.
ഇനി ഒരു 1/4 കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ മൈദ മാത്രം എടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ രണ്ടും മിക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുക്കുക കേട്ടോ. അപ്പോൾ ഡ്രിങ്കിലും മൈദ മാത്രമായിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്, ഇതിൽ ഞാൻ രണ്ടും മിക്സ് ആയിട്ടാണ് കാണിച്ചു തരുന്നത്. അടുത്ത നമുക്ക് ഇതിലേക്ക് 2.5 കപ്പ് അളവിൽ തേങ്ങാപ്പാൽ വേണം. അത്യാവശ്യം കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഞാൻ ഒഴിക്കുന്ന കാണുമ്പോൾ മനസ്സിലാവും നല്ല കട്ടിയുണ്ട് പാലിന്. അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒട്ടും കട്ടയില്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ലൂസായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ബാക്കിയുള്ള പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ 2.5-2.25 കപ്പ് വരെ പാൽ ഒഴിച്ചു കൊടുക്കുക. നല്ല ലൂസായിട്ടായിരിക്കണം ഇതിൻ്റെ മിക്സ് എന്ന്, കാരണം നമുക്കിത് വറ്റിച്ച് കുറുക്കി എടുക്കാനുള്ളതാണ്. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിപ്പോൾ 1/2 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം 1/2 കപ്പ് ചേർത്തിട്ട് ആവശ്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്ത നമുക്കിതിലേക്ക് ഒരു 1-2 ഉപ്പ് ഇട്ട് കൊടുക്കാം. അതിലൊന്ന് ബാലൻസ് ചെയ്യാനുള്ള ഉപ്പ് മാത്രം. എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബാറ്ററിൻ്റെ ലൂസൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ, ഇത്രയ്ക്ക് ലൂസ് തന്നെ നമുക്ക് ചെയ്തെടുക്കണേ, നല്ല ലൂസ് തന്നെ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതുപോലെ ഒരു ട്രേ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. ഏതായാലും മതി കേട്ടോ, ഒരു സ്റ്റീൽ പ്ലേറ്റോ എന്തായാലും കുഴപ്പമില്ല. പുഡിങ്ങിന് ട്രേ ആണെങ്കിൽ അങ്ങനെ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് വെച്ചിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഗീ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഞാനിപ്പം പുഡിങ്ങിൻ്റെ ട്രേ ഒക്കെ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കുറുക്കി എടുക്കണം. നല്ലപോലെ വറ്റിച്ച് കുറുക്കി ആ ഒരു ഹൽവയൊക്കെ ആക്കുന്ന ആ ഒരു ടെക്സ്ചറിൽ കിട്ടണം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളൊന്ന് പാലൊക്കെ ഒന്ന് ചൂടായി വരണമല്ലോ, ലോ ടു മീഡിയത്തിലിട്ട് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതൊന്ന് കുറുകാൻ തുടങ്ങും. ആ ഒരു സമയം ലോ ഫ്ലെയിമിലാക്കിയിട്ടാണ് നമുക്കിതൊരു വിരകിയ ടൈപ്പായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണം കേട്ടോ, അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ കട്ട പിടിച്ചു പോകും. അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോൾ പാലൊക്കെ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതുപോലെ കുറുകി വരാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഈ ഒരു സമയത്ത് ഫ്ലെയിം നന്നായിട്ട് കുറച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവില്ല, നന്നായിട്ട് തിക്കായിട്ട് വരുന്നുണ്ട്. ഇനി ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 1 കപ്പ് അളവിൽ കടലപ്പരിപ്പ് നേരത്തെ പോലെ വേവിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ, അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ കടലപ്പരിപ്പിൻ്റെ അളവ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ, കാരണം ചിലവർക്ക് ഒരുപാട് കടിക്കാൻ ഇഷ്ടമുണ്ടാവും, ചിലവർക്ക് അങ്ങനെ ഇഷ്ടം ഉണ്ടാവില്ല. അതിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്തണേ. അടുത്തത് ഇതിലേക്ക് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളെ ഫ്ലേവറിനനുസരിച്ച് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഈ ഒരു സമയത്തൊക്കെ ഞാൻ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു കടലപ്പരിപ്പ് ഏലക്കപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്കിത് പാത്രത്തിൽ നിന്ന് ഈ ഒരു പാനിൽ നിന്ന് വിട്ട് കിട്ടുന്നവരെ നല്ലപോലെ കുറുകി വരണം കേട്ടോ, കുറച്ചുകൂടി നന്നായിട്ട് വിട്ട് കിട്ടണം, അതുവരെ കുറുക്കിയെടുക്കണം. ഇനി ലാസ്റ്റ് ഇതിലേക്ക് ഒരു 1-2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ മുസാറയിലൊക്കെ നല്ല ഫ്ലേവറും മണവും ഒക്കെയുള്ള നമ്മുടെ RKG നെയ്യൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പോലത്തെ ചേർത്ത് കൊടുക്കുക കേട്ടോ, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനനുസരിച്ചിട്ട് നമുക്ക് ടേസ്റ്റും ഫ്ലേവറും ഒക്കെ കൂടുവേ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ മുസാറ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും പാനിൽ നിന്നൊക്കെ വിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതുപോലെ നമുക്ക് സ്പൂണിൽ എടുക്കുന്ന സമയത്ത് ഇതുപോലെ മുറിഞ്ഞു വീഴണം കേട്ടോ, കണ്ടില്ലേ, ഈ ഒരു രീതിക്കാണ് വേണ്ടത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചൂടോടെ തന്നെ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച് ട്രേയിലേക്ക് ഇതുപോലെ തട്ടിക്കൊടുക്കുക. കണ്ടില്ല, പെട്ടെന്ന് തന്നെ പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടിയിട്ടില്ലേ. ഇനി നമുക്ക് നല്ലപോലെ എല്ലാ സൈഡും ഒരേപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലെ കുറച്ച് കടലപ്പരിപ്പ് മേലെ ഗാർണിഷിന് വേണ്ടിയിട്ട് ഇടുന്നുണ്ടെങ്കിൽ ഇടുക കേട്ടോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ ഇപ്പോൾ ഒരു ഫോട്ടോക്കൊക്കെ കുറച്ചൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ടെന്നേ ഉള്ളൂ. അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇട്ട് കൊടുത്താൽ കാണാനൊക്കെ ഭംഗിയായിരിക്കും, കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലപോലെ ചൂട് തണുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് പുഡിങ്ങായിട്ട് കഴിക്കാം കേട്ടോ, നല്ല ടേസ്റ്റാണ് അങ്ങനെ കഴിക്കുന്ന സമയത്ത്. നിങ്ങൾക്ക് അഥവാ തണുപ്പിച്ചിട്ട് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ചൂടാറിയതിന് ശേഷം പുഡിങ് പോലെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് കഴിക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ.
ഇപ്പോൾ ഇതാ നമ്മുടെ മുസാറ റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ തണുത്തതിന് ശേഷം ഞാൻ എടുത്തിട്ടുണ്ട്. കണ്ടില്ല, നല്ല ക്രീമി ആയിട്ടാണ് ഇരിക്കുന്നത്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതിൽ രണ്ടിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഏതാണോ ഡ്രിങ്ക് ആയിട്ടാണോ താല്പര്യമാണെങ്കിൽ അങ്ങനെ തയ്യാറാക്കി നോക്കുക, അല്ലെങ്കിൽ പുഡിംഗ് ആയിട്ടാണെങ്കിൽ ഇങ്ങനെ. ഈ രണ്ടിൽ ഏതെങ്കിലും ടൈപ്പിലൊന്ന് തയ്യാറാക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാനുള്ള കാര്യം മറക്കല്ലേ. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്